എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചക്ക പായസമാണ് ഉണ്ടാക്കുന്നത്. ഒരു വെറൈറ്റി പായസമാണ് ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്നത്. ചക്ക ഞാൻ നന്നായിട്ട് നെയ്യിലും ശർക്കരയും ചേർത്ത് വഴട്ടി വെച്ചിരിക്കുന്നതാണ്. ഇത് ഒരു ഏകദേശം ഞാൻ ഒരു 2-3 മാസമായി ഇത് വഴട്ടി വെച്ചിരിക്കുന്നത്. ഇത് 1 വർഷം വരെ ഇത് സൂക്ഷിച്ച് വെക്കാം. ചക്കക്കാലം കഴിഞ്ഞാൽ നമുക്ക് പായസം എപ്പോഴും വേണമെങ്കിലും റെഡി ആയിട്ട് പായസം ഉണ്ടാക്കാം. ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ശർക്കര, തേങ്ങാപ്പാൽ, കണ്ടൻസ്ഡ് മിൽക്ക്, നെയ്യ്, പിന്നെ വറുത്ത് കോരാനായിട്ട് തേങ്ങാക്കൊത്ത്, മുന്തിരിങ്ങ, അണ്ടിപ്പരിപ്പ്, കുറച്ച് കടല, ഫ്രൂട്ടിയും കൂടെ ചേർത്തിട്ടുണ്ട്, പച്ചയും ചുവന്ന കളറിൽ. നമുക്ക് പായസം ഉണ്ടാക്കാം. ഉരുളി അടുപ്പിൽ വെച്ച് 2 സ്പൂൺ നെയ്യ് ചേർക്കുകയാണ്. മിക്സിയിലടിച്ച ചക്കയാണ്. ഇതിനകത്ത് ഞാൻ നെയ്യും ശർക്കരയും കൂടെ ചേർത്ത് വഴട്ടിയതാണ്. ഇത് നന്നായിട്ട് മിക്സിയിൽ അടിച്ച് ചേർത്ത് ഇത് ഞാൻ നെയ്യിലേക്ക് ചേർക്കുന്നു. കുറച്ച് ശർക്കര മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. ശർക്കര ഞാൻ നേരത്തെ ചേർത്തത് കൊണ്ട് ഒരുപാട് മധുരം വേണ്ട. അരമുറി തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. പശുവിൻ പാൽ ചേർക്കാൻ പാടില്ല. എന്തെന്ന് വെച്ചാൽ പശുവിൻ പാൽ ചേർത്താൽ ഇത് പിരിഞ്ഞു പോകും. അതുകൊണ്ടാണ് തേങ്ങാപ്പാൽ മാത്രം ചേർക്കുന്നത്. പഴയ കാലത്ത് വരിക്കച്ചക്ക അരിഞ്ഞാണ് പായസം വെക്കുന്നത്. ഞാനിതൊരു സ്പെഷ്യൽ പായസമായതുകൊണ്ട് ഇത് അടിച്ച് ചേർത്തിരിക്കുകയാണ്. ചക്കയുടെ എല്ലാ ഫ്ലേവറും ഇതിൽ കിട്ടും. 1 തവി കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർക്കുന്നു. ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ വറുത്ത് കോരാനുള്ള സാധനങ്ങൾ ഇടണം. 1/4 സ്പൂൺ നെയ്യ് ചേർക്കുന്നു. തേങ്ങാക്കൊത്ത്, മുന്തിരി എല്ലാം കൂടെ ഞാൻ ഒന്നിച്ചങ്ങ് ചേർക്കുകയാണ്. അണ്ടിപ്പരിപ്പ്, ഫ്രൂട്ടി, കടല. വറുത്ത് കോരിയത് ഇതിലേക്ക് ചേർക്കുന്നു. അങ്ങനെ എൻ്റെ രുചിയേറിയ ചക്ക പായസം റെഡിയായിട്ടുണ്ട്. നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ.